തിരുവഞ്ചൂരിലെ കക്ഷി വഴക്ക് പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോകുന്നു. കോടതി വിധി നടപ്പാക്കി കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ച് മെത്രാൻ കക്ഷിക്കാർ ആദ്യം റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കോട്ടയത്തെ ഓഫീസ് ഉപരോധിച്ചു. കോടതി വിധിയും റവന്യൂ വകുപ്പും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയില്ല. തിരുവഞ്ചൂരിന്റെ മകന്റെ ഭാര്യ ബാവ കക്ഷിക്കാരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മെത്രാൻ കക്ഷിക്കാർ ഉപരോധം നടത്തിയത് എന്ന് തോന്നുന്നു. പിറ്റേന്ന് മെത്രാൻ കക്ഷിക്കാർ ആഗോള വ്യാപകമായി കരിദിനം ആചരിച്ചു. സാൻ ഫ്രാൻസിസ്കോ മുതൽ സിഡ്നി വരെ പ്രതിഷേധം അലയടിച്ചു. മധ്യ തിരുവിതാംകൂറിൽ പലയിടത്തും വഴി തടഞ്ഞു. ആറന്മുള വള്ളസദ്യക്ക് പോയവരെ തടഞ്ഞു നിർത്തി മാർത്തിച്ചു. കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ തറവാട്ട് വീടും ഉപരോധിച്ചു. ജന്മനാ ഓർത്തഡോക്സുകാരനാണ് കുഞ്ഞുഞ്ഞ് എന്ന പരിഗണനയൊന്നും നൽകിയില്ല. പത്രത്തിൽ അടിക്കാൻ കൊള്ളാത്ത മുദ്രാവാക്യങ്ങളാണ് സത്യവിശ്വാസികൾ വിളിച്ചത്. അഹിംസ പാർട്ടിക്കാർ ആത്മസംയമനം പുലർത്തിയതുകൊണ്ട് അടികലച്ചൽ ഉണ്ടായില്ല. കൂട്ടത്തിൽ മനോരമ പത്രത്തിനെതിരെയും മുദ്രാവാക്യം വിളിയുണ്ടായി. മലങ്കര സഭയിൽ പിളർപ്പുണ്ടാക്കാനും പിളർന്ന ശേഷം കേസ് നടത്താനും ഉത്സാഹിച്ചവരാണ് KC മാമൻ മാപ്പിളയും മക്കളും. പാവകക്ഷിക്കാർ മനോരമയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും അത്യാവശ്യം കല്ലെറിയുന്നതും പതിവാണ്. ഇപ്പോഴിതാ മെത്രാൻ കക്ഷിക്കാരും മനോരമയുടെ മനസ്സ് വേദനിപ്പിക്കുന്നു. ഏതായാലും തിരുസഭയുടെ പ്രതിഷേധം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായി. പള്ളി തർക്കത്തിന് 2 ആഴ്ചക്കകം പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. 1912 മലങ്കര സഭ നെടുകെ പിളർന്നത്. ഏതാണ്ട് അതേ കാലത്ത് വ്യവഹാരവും ആരംഭിച്ചു. 2 ആഴ്ചയല്ല 2 കൊല്ലത്തിനകം തർക്കം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിക്കും എന്നുറപ്പാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ ഉപവാസം അവസാനിപ്പിച്ചു. മെത്രാൻ കക്ഷിക്കാർ പായിൽ ചുരുട്ടി സ്ഥലം വിട്ടു. എന്നാൽ ബാവ കക്ഷിക്കാർ സമരം അവസാനിപ്പിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഉമ്മന്റെ ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പാണെന്ന് അവർക്കറിയാം.